പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് ഇനിയിപ്പോൾ ഒരു 8-9 മാസമൊക്കെ കഴിഞ്ഞ് കിട്ടണ്ടേന്ന് വിചാരിച്ചെടുത്തത് സമയം ഓടി ഓടി പോയത് നമ്മൾ അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ചെക്കപ്പിനാട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത്. എൻ്റെതൊരു ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡ് എനിക്ക് അത്ര ഈസി ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ലസിത സമീറിനാണ് കേട്ടോ. ഈ പ്രഗ്നൻസി പോലെ നമുക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഒരു ഡോക്ടർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എൻ്റെ കാര്യത്തിൽ തന്നെ എല്ലാ ചെക്കപ്പിന് പോകുമ്പോഴും ഇരിക്കാൻ വയ്യ നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികളും സങ്കടങ്ങളും കൊണ്ടാണ് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോവാറ്. എന്നാലും പുള്ളിക്കാരി എന്നെ സമാധാനിപ്പിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞേക്കാറ്. അങ്ങനെ ഇനിയിപ്പോൾ ഒരു ചെക്കപ്പും കൂടെ ബാക്കിയുള്ളൂ. അന്ന് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഡ്യൂ ഡേറ്റ് ഫിക്സ് ആക്കാമെന്ന് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡ്യൂ ഡേറ്റിന് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ തലയിൽ കൂടെ ഒരുപാട് കാര്യങ്ങളാട്ടോ ഒറ്റയടിക്ക് മിന്നി പറഞ്ഞു പോയത്. എന്തായാലും ഇത്ര നാൾ കാത്തിരുന്നത്ര ഇനി കാത്തിരിക്കേണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.